കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ജൈവ പൊട്ടുവെള്ളരിയും തണ്ണിമത്തനും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ആലങ്ങാട് ബ്ലോക്ക് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 4 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ മായമില്ലാത്ത വിളകൾ കൃഷി ചെയ്തത്. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് ആലങ്ങാട് ബ്ലോക്ക് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൈവ പൊട്ടുവെള്ളരിയും തണ്ണിമത്തനും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. കർഷകരായ ജബ്ബാർ, വർഗീസ്, ജബ്ബാർ റെഡിയാർ എന്നീ കർഷകരുടെ മായമില്ലാത്ത വിളകളാണ് 4 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. പപ്പായ, പയർ, വെണ്ടക്ക, തക്കാളി തുടങ്ങിയ കൃഷികളാണ് പാനായിക്കുളം എഴുവിച്ചറയിലുള്ളത്. എന്റെ പേര് അബ്ദുൽ ജബ്ബാർ. ഞാൻ കൊങ്ങർപ്പള്ളി ഫാർമേഴ്സ് സർവീസ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ പി രാജീവ് നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന തണ്ണിമത്തന്റെ കൃഷിയാണ്. ഇതിപ്പോ ഏകദേശം വിളവെടുക്കാൻ പാകമായിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിലൊക്കെ വിളവെടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും എന്റെ സുഹൃത്തുക്കൾ. ഇപ്പൊ ഞങ്ങള് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കുറച്ച് കർഷകർ കൂടിയിട്ട് ഞങ്ങളാണ് ഇപ്പൊ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിഴങ്ങുന്ന വെറൈറ്റിയാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ വിളവെടുക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അന്യായ മധുരമാണ് ഈ സാധനത്തിന്. വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള തണ്ണിമത്തിന്റെ കൂട്ടല്ല, ഇതിന്റെ ഉള്ളില് നല്ല പഞ്ചസാര കുത്താണ്. തികച്ചും ജൈവിക രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ മാർക്കറ്റ് വിലയേക്കാളും കൂടുതലായിരിക്കും ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വില. കാരണം ഞങ്ങളുടെ ബുദ്ധിമുട്ട് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട്. മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നമ്മൾ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും വെള്ള കളറായിരിക്കുള്ളൂ. അത് ചീപ്പ് റേറ്റിന് കിട്ടും മാർക്കറ്റിൽ. പക്ഷെ ഈ സാധനം കിട്ടില്ല. ഇത് ഞങ്ങളുടെ അധ്വാനമാണ്. ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ ജൈവികമായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.